ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളപ്പോൾ ന്യൂമറിക് സിസ്റ്റം ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂമറിക് സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കുറച്ചും കൂടി ഒരു കുറച്ച് നമ്പേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം ബാക്കി നിൽക്കണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ഒന്ന് യെസ്, ബദ്രിനാഥ്, ഫാത്തിമ, ഫിദ, യെസ്, ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. എല്ലാവരും നല്ല നല്ല കുട്ടികളായിട്ട് പേരൊക്കെ പറയുന്നുണ്ട്. ഗുഡ്. നമ്മളൊന്ന് ഓൾറെഡി കറക്റ്റ് സമയത്താണ് ഞാൻ വന്നത്. നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് മുന്നേ വന്നിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കാറുണ്ട് അല്ലേ? പക്ഷെ ഇന്നിപ്പോൾ അതിനുള്ള സമയമില്ല. നമുക്ക് 8 തൊട്ട് 9 വരെയാണല്ലോ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്ലാസ് ഇത് ഇന്നലെ കംപ്ലീറ്റ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് പുതിയത് വീണ്ടും ക്ലാസ് വെക്കേണ്ടി വന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഞാൻ പേര് വിളിച്ചിട്ടില്ലെങ്കിൽ ആരും സങ്കടപ്പെടരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ആൾക്കാരും കുറവാണ്. പുതിയതായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാവരുടെ പേര് കണ്ടിട്ടുണ്ട്, ആരൊക്കെ കയറിയിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആർക്കാണ് വയ്യാന്നൊക്കെ പറയണ്ടല്ലോ, റെസ്റ്റ് എടുക്കട്ടോ. വയ്യാത്ത ആൾക്കാരൊക്കെ പതുക്കെ സമാധാനമായി ക്ലാസ്സൊക്കെ കേട്ട് റെസ്റ്റ് എടുക്കട്ടോ. പേരെനിക്ക് മനസ്സിലാവണില്ല. എല്ലാവരും എന്താണ് പേരൊക്കെ ഇടുക. ഓക്കെ, റൈറ്റ്. അപ്പം ഞാനിനി ഒരുപാട് അതിലേക്ക് കത്തിവെച്ച സമയം കളയണില്ല, നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ? അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ധൃതിയിലൊന്നും പോകണ്ട, കാരണം നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു ഓൾമോസ്റ്റ്. യെസ്, അക്ഷിത്. ഓക്കെ, സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഇതിൽ സ്റ്റിൽ. നമുക്ക് പക്ഷെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പോരല്ലോ, ടോപ്പിക്ക് പഠിച്ചു തീർത്താൽ പോരല്ലോ. നമുക്ക് എന്താ വേണ്ടത്? ഈ ടോപ്പിക്കൊക്കെ ഉപയോഗിച്ചിട്ട്. യെസ്, നീരജ് കൃഷ്ണ, കോഴിക്കോട്. യെസ്, അക്ഷിത്തിന്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്നുണ്ട്. ഏഞ്ചല, റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഉള്ളവരും അല്ലാത്തവരും ഓൾറെഡി ക്ലാസ്സിലിരിക്കുന്നവർക്കൊക്കെയും വെൽക്കം. നമുക്ക് കുറച്ച് ആൾക്കാരും കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ന്യൂമറിക് സിസ്റ്റത്തിലത്തെ പ്രോപ്പർട്ടീസും എങ്ങനെയാണ് ന്യൂമറിക് സിസ്റ്റം ഉപയോഗിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ നിയമങ്ങളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും ഞാൻ ആദ്യം മുതലേ ഇത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. നമുക്ക് വേഗം തന്നെ പുതിയതായിട്ട് പഠിക്കാനുള്ള ഭാഗത്തിലേക്ക് പോയാലോ? ഓക്കെ, യെസ്. കുറേ പേരുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ഇവിടെ. എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ പറയണത് കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 8 ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു 9ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെയും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് വലിയ ആൾക്കാരായിട്ട് ഇരിക്കും. ഇപ്പോൾ അവരെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും വീഡിയോസൊക്കെ കാണുകയും ക്ലാസ്സിലൊക്കെ കയറുകയും നമ്മൾ ഇടുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയും ചെയ്തിട്ട് മനസ്സിലായി ക്ലിയർ ആയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് അങ്ങനെ പെട്ടെന്ന് ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് വരില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്ക് കുറച്ച് മുമ്പത്തെ ടോപ്പിക്സ് മിസ്സായിട്ടുണ്ട് അല്ലേ? മുമ്പത്തെ ടോപ്പിക്സ് കിട്ടിയാലല്ലേ നമുക്ക് കണ്ടിന്യൂസ്ലി പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആരും പേടിക്കേണ്ട, എല്ലാ ക്ലാസ്സസിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അത് കയറുക, എല്ലാ വീഡിയോസ് ഇരുന്ന് കാണുക. അപ്പോൾ നമുക്ക് എല്ലാതും ക്ലിയർ ആവും. അല്ലാതെ നമുക്ക് വീണ്ടും ഇപ്പോൾ 8 ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ബോറടിക്കല്ലേ? യെസ്, ഹൃതിക, യെസ്, ആരോൺ, അലിയ, എല്ലാവരുടെ പേര് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാം. അതിൽ ഇനി നിങ്ങൾക്ക് മിസ്സായ ഭാഗങ്ങളൊക്കെ നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിക്കുക. ഇനി ഒരുപാട് പേർക്ക് അങ്ങനെ മിസ്സായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് മാത്രമായിട്ടൊരു ക്ലാസ്സസ് ഒക്കെ വെച്ച് അവരെയൊക്കെ ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നവോദയയുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി അധികം സമയമില്ല കേട്ടോ. ഡിസംബറിലായിരിക്കും എക്സാം വരിക. ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക്. അപ്പം നമുക്ക് വേഗം പഠിച്ചത് മുഴുവൻ പഠിച്ച് തീർക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് വേഗം പഠിച്ചു പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? തന്നെ ന്യൂമറിക് സിസ്റ്റം തന്നെയാണ് കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, എന്തിനാണ് ന്യൂമറിക് സിസ്റ്റം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. പിന്നെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അതായത് റിയൽ, നാച്ചുറൽ, ഹോൾ നമ്പർ, ഇൻറ്റിജർ, റേഷണൽ, ഇറേഷണൽ, ഇത്രയും നമ്പേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. അതിൻ്റെ മലയാളമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ,
അതൊക്കെ നമ്മൾ പഠിച്ചു. 2 ഡിജിറ്റും 3 ഡിജിറ്റും ഒക്കെ പഠിച്ചു. ഡിവിഷൻ വന്നപ്പോൾ കുറേ ടേമുകളും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂമറിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീണ്ടും പറയണം, ഞാനിപ്പോൾ നോട്ട്സ് നോക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എനിക്ക് കാണാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, ഞാൻ തിരിച്ചങ്ങോട്ട് വരുമ്പോൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിലേക്ക് വന്നു. ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് പറഞ്ഞു. അത് കുറേ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രതിനിധീകരിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറെ നിയമങ്ങളും അക്ഷരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമുച്ചയം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയാണ് ന്യൂമറിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. നമുക്ക് ഇന്ത്യൻ സിസ്റ്റവും ഉണ്ട്, ഇന്റർനാഷണൽ സിസ്റ്റവും ഉണ്ട്. ഇന്ത്യൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഓരോ ഡിജിറ്റ്സിനെ അല്ലെങ്കിൽ ഓരോ സംഖ്യകളെയും പേരിലേക്ക് അല്ലെങ്കിൽ വേർഡ്സിലേക്ക് മാറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചു. 2 ഡിജിറ്റും 3 ഡിജിറ്റും 4ഉം 5ഉം 6ഉം 7ഉം 8ഉം വരെ നമ്മൾ പഠിച്ചു അല്ലേ. കോടിക്കണക്കിനുള്ള എമൗണ്ട്സിനെ വേർഡ്സിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ പഠിച്ചത്. ചെറിയ എമൗണ്ട്സ് ഒന്നും അല്ല, കോടികളെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ അതൊക്കെ എല്ലാ കുട്ടികളും നല്ല ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെയും കഴിഞ്ഞു. പിന്നെ നമ്മൾ എവിടേക്ക് എത്തിയത്? പിന്നെ നമ്മൾ അഗെയിൻ ഫേസ് വാല്യൂ, അതാണ് നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് അല്ലേ. ഫേസ് വാല്യൂ, ഒരു ഡിജിറ്റിന്റെ ഫേസ് വാല്യൂ എന്താണെന്ന് പഠിച്ചു. പ്ലേസ് വാല്യൂ എന്താണെന്ന് പഠിച്ചു. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുന്നത് എന്ന് പഠിച്ചു. ഇനി ഇതാണല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് അല്ലേ. ഈ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സിന്റെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത്. അപ്പൊ എന്തായിരുന്നു ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? ഏതൊരു നമ്പർ ഓഫ് ഡിജിറ്റ്സിലും, അതായത് ഒറ്റക്ക സംഖ്യകളിലോ 2 അക്ക സംഖ്യകളിലോ 3 അക്ക സംഖ്യകളിലോ 4 അക്ക സംഖ്യകളിലോ എല്ലാത്തിലും എന്തുണ്ട്? ഏറ്റവും ചെറിയ സംഖ്യയുണ്ട്, ഏറ്റവും വലിയ സംഖ്യയുണ്ട് അല്ലേ. അപ്പോൾ 4 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 1000 4 അക്കത്തിലെ തന്നെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9999, 9999. അതാണ് ഏറ്റവും വലിയ സംഖ്യ വരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു 5 അക്ക ഡിജിറ്റിലത്തെ ഏറ്റവും ചെറിയ സംഖ്യനെ കാണുക എന്നുള്ളതും എങ്ങനെ നമുക്ക് വലിയ സംഖ്യനെ കണ്ടുപിടിക്കാം എന്നുള്ളതും നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു? ചെറിയ സംഖ്യനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ 5 അക്കമാണെങ്കിൽ ആ 5 മൈനസ് 1 ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 4 കിട്ടില്ലേ. എന്നിട്ട് ഒരു 1 എഴുതിയിട്ട് ഈ 4 0 ഇടുക. അപ്പൊ അതായിരിക്കും 5 അക്കത്തിലത്തെ ഏറ്റവും ചെറിയ സംഖ്യ. വലുതിനെ കാണാനോ 5 അക്കമാണെങ്കിൽ 5 തവണ 9 എന്ന് എഴുതുക. അതായിരിക്കും 5 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ വീഡിയോസ് കാണുക. നമുക്ക് വീണ്ടും ഒരുപാട് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ലീസ്റ്റ് ഡിജിറ്റിനെ കാണാൻ എന്തായിരുന്നു? n ഡിജിറ്റ് ആണ് അതിലുള്ളതെങ്കിൽ, n ഡിജിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി കോമൺ ആയിട്ട് എടുക്കുന്നതാണ് ഒരു n ഡിജിറ്റ് ഉള്ള നമ്പർ. അപ്പൊ ഒരു 8 ഡിജിറ്റ് ഉള്ള നമ്പർ, 8 ഡിജിറ്റ്സ് നമ്പേഴ്സിലെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും എങ്ങനെയാ കണ്ടുപിടിക്കുക? 8 ഡിജിറ്റ് ആണ് അല്ലെ. 8 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 8 എന്നുള്ളതാണ് അവിടുത്തെ n. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? n മൈനസ് 1 കാണണം. n മൈനസ് 1 കാണുമ്പോൾ എത്ര കിട്ടുക? 7 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്താ എന്നിട്ട് ചെയ്യണ്ടേ? 1 ഇട്ടിട്ട് 7 0 ഇട്ട് കൊടുക്കുക. 7 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് അതിലത്തെ ഏറ്റവും ചെറിയ സംഖ്യനെ കിട്ടും. ഇപ്പോ ആരൊക്കെയോ ഇതാ മനസ്സിലായില്ല എന്ന് പറയണ കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും അതൊന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് 8 ഡിജിറ്റ് ഉള്ള നമ്പറിലെ ലീസ്റ്റ് നമ്പർ, 8 ഡിജിറ്റ്സ് ഉള്ളതിലെ ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. അപ്പൊ n മൈനസ് 1 എന്ന് പറയുന്നത് 7 ആയിരിക്കും അല്ലെ. അപ്പൊ 1 ഇടുക, എന്നിട്ട് 7 0 ഇടുക. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യ. 8 അക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ. വലിയ സംഖ്യ കാണാനോ n എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 8 തവണ 9 എന്ന് അങ്ങോട്ട് എഴുതുക. അതാണ് ഏറ്റവും വലിയ സംഖ്യ. മനസ്സിലായോ? ഇങ്ങനെയായിരുന്നു നമ്മൾ ലീസ്റ്റും ഗ്രേറ്റസ്റ്റും കണ്ടുപിടിച്ചിരുന്നത് അല്ലേ. ഇനി ആർക്കാ സംശയം? 9 മണി വരെയാണോ എന്നൊക്കെ സംശയം ഉണ്ടല്ലോ. അതെ, 9 മണി വരെയാണ് കേട്ടോ ക്ലാസ്.
കുറെ പേരൊക്കെ എക്സാമിന്റെ പ്രിന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇനി നമ്മുടെ നവോദയയുടെ കാര്യത്തിലും ആരും മറക്കരുത്, വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. റൈറ്റ്. അപ്പോൾ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ നമ്മൾ നേരെ പോയത് സക്സസർ, പ്രീഡെസസർ എന്നൊക്കെയാണ് അല്ലേ. വലിയ പേരാ സക്സസർ, പ്രീഡിസസർ. എന്താണ് സംഭവം? വലിയ സംഭവമൊന്നുമില്ല. സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്തുള്ള സംഖ്യ. പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിന് തൊട്ട് മുന്നുള്ള സംഖ്യ. അപ്പൊ സക്സസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തന്നിട്ടുള്ള സംഖ്യയുടെ കൂടെ 1 കൂട്ടുക, പ്രീഡെസസർ കാണാൻ തന്നിട്ടുള്ള സംഖ്യയുടെ കൂടെ 1 കുറയ്ക്കുക. അപ്പോൾ ഈ മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാർ പുതിയ ആൾക്കാരാണോ? പുതിയ ആൾക്കാർക്കായിരിക്കുള്ളൂ. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലായി, ഞാൻ കാണിച്ചത് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാവരും ഉത്തരം പറഞ്ഞൊക്കെ ക്ലിയർ ആയെന്ന് പറഞ്ഞിട്ട് പോയതാണ് അല്ലേ. ഇനി ആർക്കാ മനസ്സിലാവാത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്നവരാണോ ഈ മനസ്സിലായില്ല എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ടും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാകും. അത് ആദ്യമായിട്ട് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇരിക്കുകയാണെന്നാണോ അതോ ഈ ടോപ്പിക്കേ ആദ്യമായിട്ട് കാണണമെന്നാണോ? ഒന്നും കൂടെ പറയണോ ഈ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് നമ്പർ എന്നുള്ളത്? ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവുക ചെയ്തേ, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെയല്ലേ കൂടുതൽ നേരം സംസാരിച്ചത്. നിങ്ങൾക്ക് ഇനി ബോറടിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഒരു വട്ടം കൂടെ പറയാം, കാരണം എന്താ 2-3 പേരൊക്കെ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതിന് പഴയ ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയും, കാരണം പുതിയ ആൾക്കാരുടെ നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞിക്കാൻ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ കാര്യങ്ങളും കൂടെ പഠിച്ചാലാണ് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പം നോക്കിയേ, ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതാം. 8 ഡിജിറ്റ് ഉള്ള നമ്പറിലെ ഏറ്റവും ചെറിയ സംഖ്യ. മനസ്സിലായോ? 8 ഡിജിറ്റ് ഉള്ള നമ്പറിലെ ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 8 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 8 ഡിജിറ്റ് എത്രയാണോ ഡിജിറ്റ്സിന്റെ നമ്പർ ചോദിക്കുന്നത് അതാണ് നമ്മുടെ n. n എന്ന് പറയുന്നത് 8 എന്ന് വിചാരിക്കുക. മനസ്സിലായോ? n എന്ന് പറയുന്നത് 8 ആണ് എന്നാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. കാരണം 8 ഡിജിറ്റ് ഉള്ള നമ്പറിലാണല്ലോ ചോദിച്ചിട്ടുള്ളത് അല്ലേ. 8 ഡിജിറ്റ് ഉള്ള നമ്പേഴ്സിലത്തെ ഏറ്റവും ചെറിയ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് 1-ൽ നിന്നാവുമല്ലോ. കാരണം ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 അല്ലേ. 0-ൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സംഖ്യ ആവില്ലല്ലോ. 1-ൽ നിന്നെങ്കിലും തുടങ്ങിയാൽ അല്ലേ അതൊരു സംഖ്യ ആവുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 1 എന്നുള്ളതായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. ഏറ്റവും ചെറിയ ഒറ്റ അക്ക സംഖ്യ നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 ആണ്. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഏതൊരു നമ്പർ ഓഫ് ഡിജിറ്റ്സിലത്തെയും 5 അക്കാണെങ്കിലും 6 അക്കാണെങ്കിലും 7 അക്കാണെങ്കിലും 8 അക്കാണെങ്കിലും എത്ര അക്കം ഉള്ള സംഖ്യകളിലത്തെ ആണെങ്കിലും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് 1-ൽ നിന്നായിരിക്കും. ആണല്ലോ? അതെ, കുറെ പേരൊക്കെ ആൻസർ കമന്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അതായത് 1-ൽ നിന്നായിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ തുടങ്ങുന്നത്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ അല്ല, 5 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറുത്, അല്ലെങ്കിൽ 8 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറുത്. അപ്പൊ 8 അക്കം അതിലുണ്ടാവണം. 8 അക്കത്തിലെ മൊത്തം സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഏറ്റവും ചെറുതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ 8 അക്ക സംഖ്യകളിലെ ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ ആ ഏറ്റവും ചെറിയ സംഖ്യ തുടങ്ങേണ്ടത് 1-ൽ നിന്നാണെന്ന് നമുക്കറിയാം. കാരണം ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് 1 അല്ലേ. അപ്പൊ 1-ൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. 0-ൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു സംഖ്യയാവോ? 0 ഇട്ട് തവണ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സംഖ്യയാണോ? അല്ല, അത് അപ്പോഴും 0 തന്നെയാണ്. അപ്പൊ 1-ൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഞാൻ ആ 1 എന്നുള്ളത് ആദ്യം എഴുതി. ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞ 1 എന്ന ആദ്യം ഞാൻ എഴുതി. ഇനി 8 അക്കം എന്നുള്ളത് കൊണ്ട് ഞാൻ n-നെ 8 എന്ന് എടുത്തു. n എന്ന് പറയുന്നത് 8 ആണ് എന്നുള്ളത് എടുത്തു. ഇനി ഞാൻ കാണേണ്ടത് n - 1. ഈ 8-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ ഓൾറെഡി 1 നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1-ന്റെ കൂടെ 7 0 ഇടുക. 4 5 6 7.
അപ്പൊ എത്രയായി? 1 2 3 4 5 6 7 8. 8 അക്കമുള്ള സംഖ്യകളിലെ ഏറ്റവും ചെറുത് നമുക്ക് കിട്ടി. എത്രയാണ്? 1 കോടി. 1 കോടിയിൽ നിന്നല്ലേ 8 അക്കം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 1 കോടി 1, 1 കോടി 2. എല്ലാവരും ആൻസേഴ്സ് ഇടുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര അക്കമുള്ളതാണ് എന്നുള്ളതിനെ n എന്ന് എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് n-1 കിട്ടി. എന്നിട്ട് ഒരു 1 ഇട്ട് കൊടുത്തിട്ട്, കാരണം 1ൽ നിന്നാവുമല്ലോ എല്ലാ ചെറിയ നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 എന്നിട്ട് കൊടുത്തിട്ട് ഈ 7 0 അതിന്റെ കൂടെ ഇടൂ. അതാണ് നമ്മുടെ ഏറ്റവും ചെറിയ സംഖ്യ 8 അക്കമുള്ളതിലെ. ഇനി വലുത് കണ്ടുപിടിക്കാനോ? വലുത് കണ്ടുപിടിക്കാൻ കൂടുതൽ എളുപ്പാ. 8 അക്കമാണെങ്കിൽ 8 ഡിജിറ്റ് ഉള്ള ഗ്രേറ്റർ നമ്പർ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ മതി? 9 9 9 9 9 9 9 9. അതായത് 1 2 3 4 5 6 7 8. 8 തവണ 9കളെ ഇങ്ങനെ നിരത്തി അങ്ങോട്ട് എഴുതുക. 5 ഡിജിറ്റ്സാ ചോദിച്ചെങ്കിൽ 5 തവണ 9കളെ അങ്ങോട്ട് എഴുതുക. 10 ഡിജിറ്റ്സാ ചോദിച്ചെങ്കിൽ 10 തവണ 9കളെ അങ്ങോട്ട് എഴുതുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ തൊട്ടടുത്ത സംഖ്യ വന്നു കഴിഞ്ഞാൽ ഇത് 9 അക്ക സംഖ്യയായിട്ട് മാറും. അതെ, എല്ലാവരും ഇത് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അത്രേ ഉള്ളൂ. നമ്മുടെ ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 1-2 പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ അത് ഇതോടുകൂടി ക്ലിയർ ആയിട്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി കുറച്ചും കൂടി അതിൽ തന്നെ വർക്ക് ചെയ്യണം. യെസ് അത് കറക്റ്റ് ആണ് അവനി. ദാറ്റ് ഈസ് കറക്റ്റ്. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. സോ അങ്ങനെയാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ഡിജിറ്റ്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി എന്ത് വേണം? 9 crore അല്ല കേട്ടോ ലാസ്റ്റത്തെ വരുന്നത്. 9 crore 99,99,000 എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും വലിയ സംഖ്യയാണ് അല്ലേ? കറക്റ്റ്. എല്ലാവരും ഇട്ടേക്കണ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് തെറ്റരുത്? 8 അക്കമാണെങ്കിൽ 8 തവണ ഈ 9 എഴുതാൻ പാടുള്ളൂ. ഒരെണ്ണം കുറയോ കൂടുകയോ ചെയ്താൽ ആൻസർ തെറ്റി. അപ്പൊ കൃത്യമായിട്ട് എണ്ണി നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? കറക്റ്റ്. ഓക്കെ. സോ 9 crore അല്ല, 9 crore ഇതിപ്പോ 8 അക്കാണ്. 8 അക്കം എന്ന് പറയുമ്പോൾ 9 crore 99,99,999 എന്നൊക്കെയാണ് നമുക്ക് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ നിങ്ങൾ എത്ര എഴുതാൻ മതി? 8 തവണ 9 എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? ലീസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്. ഞാനിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പ്ലേസ് വാല്യൂന്റെ അടുത്ത് കൊണ്ട് എഴുതി വെച്ചത്. പിന്നെ ആരും അത് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ഇതാണ് നമ്മുടെ 8 ഡിജിറ്റ്സ് ഉള്ള നമ്പേഴ്സ്. ഇത് 9ന്റെ ഇതിൽ വരുമ്പോൾ 9 തവണ അതിനങ്ങോട്ട് എഴുതിയാൽ ഏറ്റവും വലുതുള്ളത് കിട്ടും. ഓക്കെ. അത് നമുക്കിവിടെ എക്സാമ്പിളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നോട്ട് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ ഇന്ന് തന്നെ നോട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ. ഇനി എന്താണുള്ളത്? സക്സസർ ആൻഡ് പ്രീഡെസസർ. അത് വളരെ എളുപ്പമാണ്. എന്തായിരുന്നു സക്സസർ ആൻഡ് പ്രീഡെസസർ? എന്തായിരുന്നു? നിങ്ങൾക്ക് തൊട്ട് മുന്നത്തെയും കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരുന്നു അല്ലെ? തൊട്ട് മുന്നത്തെയും തൊട്ട് കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരുന്നു സക്സസർ ആൻഡ് പ്രീഡെസസർ എന്ന് പറയുന്നത് അല്ലേ? അതായത് സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറിനെ കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത് വരുന്ന നമ്പർ. അതായത് ഒരു നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ നിങ്ങൾക്ക് സക്സസർ കിട്ടും. ഒരു നമ്പറിന്റെ കൂടെ 1 കുറച്ചാൽ നിങ്ങൾക്ക് പ്രീഡെസസർ കിട്ടും. അപ്പൊ നിങ്ങൾ എന്താണ് വിചാരിക്കണത്? വലിയ ഏതോ സംഖ്യ അല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കുന്നു. സക്സസർ, പ്രീഡെസസർ അത്ര വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സക്സസർ കിട്ടും. 1 കുറച്ചാൽ കിട്ടുന്നതാണ് പ്രീഡെസസർ. അതായത് ജസ്റ്റ് ആഫ്റ്റർ ദ ഗിവൺ നമ്പർ, നൽകിയിരിക്കുന്ന സംഖ്യയുടെ തൊട്ടടുത്തുള്ള കൂടുതലുള്ള സംഖ്യയാണ് സക്സസർ. അതായത് 4ന്റെ സക്സസർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 4ന്റെ പ്രീഡെസസർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ ഈ മലയാള മീഡിയംകാർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്ക് അടുത്ത സംഖ്യ അല്ലെങ്കിൽ മുൻപത്തെ സംഖ്യ എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഇംഗ്ലീഷ് മീഡിയംകാർക്കാണ് ഇത് കാണുമ്പോൾ അയ്യോ എന്തത് സക്സസറോ, അത് ഞങ്ങളതൊന്നും പഠിച്ചിട്ടില്ല എന്നത് വിചാരിക്കേണ്ടത്. അത് ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് തന്നിട്ടുള്ള സംഖ്യയുടെ കൂടെ 1 കൂട്ടിയാൽ ദാറ്റ് ഈസ് സക്സസർ. ഓക്കെ. ആൻഡ് ഇഫ് യു ആർ സബ്സ്ട്രാക്ടിങ് 1 ദാറ്റ് ഈസ് പ്രീഡെസസർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. നോക്കൂ,
8,56,979, അതായത് 8,56,979 കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് 8,56,980 കിട്ടും അല്ലേ. അതായത് ഈ 79 എന്തായി 80 മാറി ഒന്ന് കൂട്ടിയപ്പോൾ. ഇനി ഇതിൽ നിന്ന് ഒന്ന് കുറച്ചാലോ ഈ 79 എന്നുള്ളത് 78 മാറി. അത്രേ ഉള്ളൂ. സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള നമ്പറിന്റെ തൊട്ടടുത്ത് വരുന്ന, അതായത് ഒന്ന് കൂട്ടുമ്പോൾ കിട്ടുന്നത്. പ്രീഡെസസർ എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. അതിനാർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. സോ നമ്മൾ വീണ്ടും വീണ്ടും പറയാണ്, വേറെ കാര്യങ്ങളൊന്നും ചാറ്റിൽ ഡിസ്കസ് ചെയ്യണ്ട കേട്ടോ. ക്ലാസ്സിനെ ആയിട്ട് ബന്ധപ്പെട്ടതല്ലാതെ വേറെ ഒന്നും ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ. യെസ്. അപ്പൊ ഇനി നമുക്ക് എന്താണ് പറയാനുള്ളത്? സക്സസറും പ്രീഡെസസറും കഴിഞ്ഞ് നമ്മൾ റോമൻ ലെറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലേ. റോമൻ ലെറ്റർ എങ്ങനെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? എന്താണ് വിഷമം അവനിക്ക്? മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? റൈറ്റ്. സോ റോമൻ നമ്പർ എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ റോമൻ നമ്പറിനെ എപ്പോഴാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്ലാസ്സുകൾ റെപ്രസെന്റ് ചെയ്യാൻ അല്ലേ. നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് എഴുതുക അല്ലെ. ഇങ്ങനെയാണ് എഴുതുന്നത്. 5 എന്നുള്ളതിന് 5A അല്ലെങ്കിൽ 5B ഡിവിഷൻ എന്താണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഈ റെപ്രസെന്റേഷനെയാണ് നമ്മൾ റോമൻ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന 1, 2, 3, 4 ഈ നമ്പേഴ്സിനെ പറയണ പേരാണ് അരാബ്രിക് നമ്പേഴ്സ്. മലയാളത്തിലും ഇത് തന്നെയാണ് വേർഡ് എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് തോന്നുന്നത് എനിക്ക്. അത് തന്നെ ആയിരിക്കുള്ളൂ. അറാബ്രിക് നമ്പേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. എന്താണ് പേര്? അറാബ്രിക് നമ്പേഴ്സ്. ഇതല്ലാത്ത വേറെ തരം റെപ്രസെന്റേഷൻ, അതായത് 1 എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെ റോമൻ ലെറ്ററിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. 2 എന്നുള്ളതിനെ റോമൻ ലെറ്ററിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. 5 എന്നുള്ളതിന്റെ റോമൻ ലെറ്ററിൽ എഴുതുമ്പോഴാണ് എന്ത്, നമ്മൾ ഇങ്ങനെ ഒരു വി പോലെ ഇട്ടിട്ട് 2 വര വരയ്ക്കുന്നത്. 10 എന്നുള്ളതോ 10 എന്നുള്ളത് നമ്മൾ റോമൻ ലെറ്റർ എഴുതുമ്പോഴോ എക്സ് എന്നുള്ളതാണ് നമ്മുടെ റോമൻ ലെറ്ററിലത്തെ സിമ്പല്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ലെറ്ററും റോമൻ ലെറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 1ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണല്ലോ എഴുതുക. സെക്കൻഡ് പ്ലേസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. തേർഡ് പ്ലേസ് എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ അതാണ് ചില സന്ദർഭങ്ങൾ എവിടേക്കാണ് നമ്മൾ ഈ റോമൻ ലെറ്റർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതാ കുറെ പേരൊക്കെ ആൻസേഴ്സ് ഒക്കെ ഇതാ നേരത്തെ കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ. സോ അപ്പൊ ഇതാണ് റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അരാബ്രിക് നമ്പേഴ്സ് ആണ്. ആൻഡ് അതല്ലാതെ വേറൊരു തരം റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? റോമൻ നമ്പേഴ്സ്. അപ്പൊ നമ്മൾക്ക് നോർമലി അറിയുന്ന കുറച്ച് റോമൻ നമ്പറുകൾ ഉണ്ട്. അതായത് 1നെ എങ്ങനെയാണ് എഴുതുക, 5നെ എങ്ങനെയാണ് എഴുതുക, 10നെ എങ്ങനെയാണ് എഴുതുക, ഈ 12നെ എങ്ങനെയാണ് എഴുതുക, അങ്ങനെ കുറെ നമുക്ക് അറിയുന്ന റോമൻ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. അതല്ലാതെ പിന്നെ ഉണ്ട് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. L 50 എന്നുള്ള നമ്മുടെ സാധാരണ നമ്പറിനെ 50 എന്നുള്ള സാധാരണ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന റോമൻ ലെറ്റർ എന്ന് പറയുന്നത് L എന്നാണ്. L ആണ് അതിന്റെ റോമൻ നമ്പർ റെപ്രസെന്റേഷൻ. 100 എന്നുള്ളതിന്റെ റോമൻ നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് C ആണ്. C. അപ്പോൾ ഈ 50, 100, 500, 1000 അതുപോലെയുള്ള റോമൻ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? കാണാതെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ. കാരണം ഞാനപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ നോട്ട് ഒന്നും കൂടി ഷെയർ ചെയ്ത് തരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റോമൻ നമ്പേഴ്സും ഒരു ലിസ്റ്റ് പോലെ ഞാൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 500 എന്നുള്ള സാധാരണ നമ്പറിനെ യൂസ് ചെയ്യുന്ന റോമൻ ലെറ്റർ എന്ന് പറയുന്നത് D ആണ്. 1000 എന്നുള്ള ഒരു സാധാരണ ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന റോമൻ ലെറ്റർ എന്ന് പറയുന്നത് M ആണ്. അതെ, കുറേ പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ റോമൻ ലെറ്ററിൽ മനസ്സിലാക്കാനായിട്ട് ഒന്നുമില്ല, ഓരോ ലെറ്ററിനെയും എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം കുറേ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെ നമ്മൾ നമ്പേഴ്സ് പഠിച്ചത്? ഈ നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റിയൽ നമ്പർ,
ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, അല്ലേ? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റുമോ? റിയൽ നമ്പറും നമ്മുടെ നമ്പേഴ്സൊക്കെ പറ്റി ചോദ്യം ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. എല്ലാവരും എന്താ ക്ലാസ്സിലൊക്കെ ഇരുന്നിരുന്ന നല്ല നല്ല കുട്ടികളല്ലേ? അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം ആൻസർ പറയുക. 0 ഒരു ഇൻഡിജർ ആണോ? മൈ ക്വസ്റ്റ്യൻ ഈസ് ബാക്കിയുള്ളതിൻ്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. റോമൻ നമ്പർ റെപ്രസെൻറ്റേഷൻ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ആൻസർ പറയാം. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലേ? അപ്പോൾ എല്ലാവരും കുറേ നാളായി ക്ലാസ് ഇരിക്കണു, നമ്മൾ റിവിഷനൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ വെറുതെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പോവാണ്. അപ്പോൾ 0 ഒരു ഇൻഡിജർ ആണോ? ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണസംഖ്യ. ഈ 0 an ഇൻഡിജർ, 0 ഒരു പൂർണ്ണസംഖ്യ ആണോ അല്ലയോ? അതാണ് ക്വസ്റ്റ്യൻ. ഇൻഡിജർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണോ അല്ലയോ? അപ്പൊ കുറെ പേരൊക്കെ തന്നെ നോ എന്ന് പറയുന്നുണ്ട്, കുറെ പേരൊക്കെ യെസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേഗം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആൻസർ പറയാം. 0 ഒരു ഇൻഡിജർ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. നമ്മളിത് പഠിച്ചും കഴിഞ്ഞതാണ്, നമ്മളിത് എന്തും ചെയ്തതാ, റിവിഷനും ചെയ്ത് കഴിഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ, 0 ഒരു ഇൻഡിജർ ആണോ അല്ലയോ എന്നുള്ളത് നിൽക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിച്ചിട്ടില്ല. ഇപ്പോഴും കുറേ പേരൊക്കെ തെറ്റുത്തരാണ് കമൻറ്റ് ചെയ്യുന്നത്. 0 ഒരു ഇൻഡിജർ ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് തരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു രീതിയിലും കൂടി ചോദിക്കാം. ഏതൊക്കെ നമ്പേഴ്സ് ആണ് ഇൻഡിജർ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്? അതിനുശേഷം ഞാൻ അതിൻ്റെ ആൻസർ പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറേ പേരും, മെജോറിറ്റി ഓഫ് ആൾക്കാരും പറയുന്ന ആൻസർ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പറുകളാണ്? അപ്പോൾ എനിക്ക് തോന്നുന്നു ആദിദേവ് ഓൾറെഡി ഇതാ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു ആൻസർ, അത് കറക്റ്റാണ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സിന്റെ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്? നെഗറ്റീവ് നമ്പർ, 0, പോസിറ്റീവ് നമ്പർ ആർ ഇൻഡിജേഴ്സ് എന്നാണ് ആദിദേവിന്റെ ആൻസർ. അപ്പൊ നിങ്ങൾ ബാക്കി എല്ലാവരും അതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 0 ഒരു ഇൻഡിജർ ആണെന്നാണ് ആ ഒരു ആൻസർ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? നെഗറ്റീവ് നമ്പറും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഇൻഡിജേഴ്സ് ആണെന്നാണ് ആദിദേവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ 0 ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ 0 ഒരു ഇൻഡിജർ ആണെന്നാണ് ആദിദേവിന്റെ ഒപ്പീനിയൻ. സോ എത്ര പേര് അതിനോട് യോജിക്കുന്നുണ്ട്? 0 ഒരു ഇൻഡിജർ ആണ് എന്നുള്ളവരൊന്ന് തംസ് ഇട്ടെ, ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് അതിനോട് യോജിക്കലുണ്ട് എന്ന് ഞാൻ നോക്കട്ടെ. 0 ഒരു ഇൻഡിജർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് എ തംസ്, ഒരു തംസ് അപ്പ് സൈൻ നമ്മുടെ ചാറ്റിൽ ഇടാം. അപ്പം എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ളത്. വേഗട്ടോളൂ. ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടയ്ക്ക് ചോദിക്കണ്ടേ, എന്നാലല്ലേ നിങ്ങൾക്ക് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും തംസ് ഇടൂ. യെസ് നോ ഇടുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. തംസ് ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ഇനി അല്ല എന്നുള്ളൊരു തംസ് ഡൗൺ ഇട്ടോളൂ. തംസ് ഡൗൺ. 0 ഇൻഡിജർ അല്ല, 0 എങ്ങനെ ഇൻഡിജർ ആവുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ യു ഹാവ് ടു പുട്ട് എ തംസ് ഡൗൺ. 0 ഇൻഡിജർ ആണ് എന്നുള്ള ഒരു തംസ് അപ്പും അല്ല എന്നുള്ള ഒരു തംസ് ഡൗണും ഇടുക. ഞാൻ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ, എന്നിട്ടാണ് എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ തന്നെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള ഒരു ചാൻസ് അല്ലേ അവിടെ പോകുന്നത്, അല്ലേ? റൈറ്റ്. സോ കുറേ പേരൊക്കെ തംസ് അപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേരൊക്കെ അല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ, അവരൊന്നും കാണില്ലല്ലോ. അല്ല എന്ന് പറയണ ഒരു തംസ് ഡൗൺ ഇടൂ. 0 ഒരു ഇൻഡിജർ അല്ല, 0 ഒന്നും ഒരിക്കലും ഒരു ഇൻഡിജർ ആവാൻ പറ്റില്ല എന്നുള്ള ഒരു തംസ് ഡൗൺ ഇടാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ പേരും തംസ് അപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ അല്ല എന്ന് പറഞ്ഞവരൊക്കെ വീണ്ടും ആണ് എന്നുള്ളതിലേക്ക് മാറിയ പോലെ തോന്നണുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ മാറിയേ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെയാണോ മാറിയത്? കുറെ പേരൊക്കെ തംസ് അപ്പും 1-2 പേരൊക്കെ ഇപ്പൊ തംസ് ഡൗൺ ഉള്ളു. നേരത്തെ നോക്കിയപ്പോ എല്ലാവർക്കും നോ 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 എന്നായിരുന്നു ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. 0 ഒരു ഇൻഡിജർ ആണ് അല്ലേ? കാരണം എന്താ, നമ്മുടെ ഇൻഡിജർ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ്?
പോസിറ്റീവ് നമ്പേഴ്സും സീറോയും നെഗറ്റീവ് നമ്പേഴ്സും ഒരുമിച്ച് ചേരുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് ആൻസർ ഒക്കെ കിട്ടി സാറാ. ഞാനതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. 0 പോസിറ്റീവ് നമ്പേഴ്സ് and negative numbers are together called integers. പൂജ്യവും നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അത് 0 ഇൻറ്റിജർ ആണ്. ക്ലിയർ ആണോ? 0 ഒരു ഇൻറ്റിജർ ആണ്. 0 എന്താണ്? ഒരു പോസിറ്റീവും അല്ല നെഗറ്റീവും അല്ലാത്ത ഒരു ഇൻറ്റിജർ ആണ്. 0 ഈസ് നെയ്തർ പോസിറ്റീവ് nor negative but still 0 is an integer. 0 ഒരു പൂർണ്ണസംഖ്യ ആണ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, 0 അപ്പോൾ ഒരു ഇൻറ്റിജർ ആണ്. ഇനി നാച്ചുറൽ നമ്പറുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരും എന്ന്. അപ്പോൾ പറഞ്ഞോളൂ, നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എണ്ണൽ സംഖ്യകൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പറഞ്ഞോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണത്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഏത് നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എണ്ണൽ സംഖ്യകൾ ഏതൊരു നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, സോ ഹൃതിക പറഞ്ഞിട്ടുണ്ട് 1. പിന്നെ വേറൊരാൾ ജോബി എന്ന് പറയുന്ന പേരെനിക്ക് അറിയില്ല. സോ ആള് പറഞ്ഞത് 0. കുറെ പേര് 1 ആണ് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും 1 ആണ് പറയുന്നത് അല്ലേ? കറക്റ്റ്, 1 ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണല്ലേ? എണ്ണൽ സംഖ്യകൾ. നമുക്ക് ആരെങ്കിലും 0 നിന്ന് എണ്ണി തുടങ്ങുമോ? നിങ്ങൾക്ക് കുറേ മിഠായി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടേക്കുക അല്ലേ? അപ്പൊ എണ്ണാനും നമുക്ക് സമയം ഉണ്ടാവില്ല, നമ്മൾ വേഗം പൊളിച്ച് തിന്നാനും നോക്കുള്ളൂ. പക്ഷെ എന്നിട്ട് നിങ്ങളോട് അത് എണ്ണാൻ പറഞ്ഞാൽ നിങ്ങളത് 0, 1 എന്ന് എണ്ണുവോ? ഇല്ല. നിങ്ങൾ എങ്ങനെ എണ്ണുള്ളൂ? 1, 2, 3, 4 അങ്ങനെയല്ലേ എണ്ണുള്ളൂ. അപ്പൊ എണ്ണാൻ പറ്റുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകൾ. ഉറപ്പായും അത് 1-ൽ നിന്നേ തുടങ്ങുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1-ൽ നിന്നാണ്. അത് എന്നിട്ട് അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ അതാണ് നാച്ചുറൽ നമ്പർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോൾ നമ്പറുകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഹോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ ഏത് നമ്പറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ കുറെ പേര് 0 പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നാച്ചുറൽ നമ്പർ ഒരിക്കലും 0-ൽ നിന്ന് തുടങ്ങുന്നില്ല, 1-ൽ നിന്നാണ് തുടങ്ങുന്നുള്ളൂ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന ആ ഒരു കളക്ഷനിൽ എന്തില്ല? 0 ഇല്ല. 1, 2, 3, 4 അങ്ങനെയാണ് തുടങ്ങുന്നുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കും ഇനി ഇപ്പൊ കുറെ പേര് പറയുന്നത്. ഹോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അപ്പൊ കുറെ പേര് അഗെയിൻ 1 പറയുന്നുണ്ട്, കുറെ പേര് 0 പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യെസ്, അപ്പൊ മിക്കവരും 0 ആണ് പറയുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. 0-ൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം 0. ഓക്കെ, മനസ്സിലായല്ലോ? റൈറ്റ്. അപ്പൊ ഈ രശ്മി ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ പേരെന്താണ്? നേരത്തെ ആൻസർ ആണ് പറയുന്നത്. ആ ആൻസർ കറക്റ്റാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി കേൾക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ ഇനിയും നമുക്ക് വീഡിയോസ് നോക്കി ചെയ്യാം. പേരും കൂടി ഒന്ന് ഇടണം കേട്ടോ. ഓക്കെ, സോ യെസ്, അപ്പൊ എല്ലാവരും 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അല്ല ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഹോൾ നമ്പേഴ്സ് ആർ സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് 0, 1, 2, 3, 4, 5, 6 അങ്ങനെ പോകും. ഇനി വേറൊരു ചോദ്യം, റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം പറഞ്ഞോളൂ. നമുക്കിനി 2-3 തരത്തിലുള്ള നമ്പറും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യംസ് ഒക്കെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവേണ്ട. എനിക്ക് ഞാനൊരു 10-20 നമ്പർ, ഇതൊരു നമ്പർ, അതൊരു നമ്പർ, മറ്റേതൊരു നമ്പർ എന്ന് പറഞ്ഞങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതാ. ഇപ്പൊ പറഞ്ഞത് എല്ലാവരും കറക്റ്റാണ്. ഇനി ഞാൻ ചോദിച്ചത് യെസ്,
കറക്റ്റ് ആണ് ആദിദേവ്. റേഷണൽ നമ്പേഴ്സ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ചോദിച്ചത്. ഓക്കെ, റൈറ്റ്. ഭിന്നകങ്ങൾ കറക്റ്റ് ആണ് ഹൃദയ. ഭിന്നകങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഭിന്നകങ്ങളെ എങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. റേഷണൽ നമ്പേഴ്സ് എങ്ങനെയാണ് ഭിന്നകങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത്? പി ബൈ ക്യൂ, കുറേ പേര് വരുന്നുണ്ട്. പി ബൈ ക്യൂ എന്ന് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട്. കറക്റ്റാണ് രശ്മി ഗിരീഷ്. എനിക്കിപ്പോഴും പേര് കിട്ടിയിട്ടില്ല കേട്ടോ ആളുടെ. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായി വന്നത് കൊണ്ട് നിങ്ങളുടെയൊക്കെ പേര് ഇങ്ങനെ അന്നത്തെ പോലെ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റിയില്ല. ഓക്കെ, സോ പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതുന്ന നമ്പറുകളാണ് റേഷണൽ നമ്പർ അല്ലെങ്കിൽ ഭിന്നകങ്ങൾ. അതിനായത് ഒരു ഫ്രാക്ഷൻ ഉണ്ടാകും അതിന്, അല്ലേ? എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, രണ്ടൊരു റേഷണൽ നമ്പർ ആണോ? Is 2 a rational number? രണ്ട് ഒരു റേഷണൽ നമ്പർ ആണോ? ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രണ്ട് എന്ന് പറയുന്നത് ഒരു റേഷണൽ നമ്പർ ആണോ? വേഗം പറഞ്ഞോളൂ എല്ലാവരും, വേഗം പറഞ്ഞോളൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വേണം. പി ബൈ ക്യൂ എന്ന് എഴുതുന്ന ഫോമിൽ ആകണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ്. രണ്ട്, ജസ്റ്റ് 2 ഒരു റേഷണൽ നമ്പർ ആണോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട്, ഈ രണ്ട് എന്ന് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ഒരു റേഷണൽ നമ്പർ ആണോ അല്ലയോ? കറക്റ്റ് ആണ് ആദിദേവ്, യുവർ ആൻസർ ഇസ് കറക്റ്റ്. കുറെ പേര് അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് 1 തൊട്ട് 1 പ്ലസ് 1 2 3 അങ്ങനെ പോകും. ഈ നാച്ചുറൽ നമ്പറിന്റെ കൂടെ നമ്മൾ സീറോനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആ നാച്ചുറൽ നമ്പറും സീറോയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ഹോൾ നമ്പർ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകൾ. ഇനി ഈ ഹോൾ നമ്പറിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇൻഡിജേഴ്സ്. അതായത് ഹോൾ നമ്പറും നെഗറ്റീവ് നമ്പറും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് ഇൻഡിജേഴ്സ്. ഇനി ഇതിനെ മൊത്തത്തില് പി ബൈ ക്യൂ എഴുതി കഴിഞ്ഞാൽ അതാണ് റേഷണൽ നമ്പർ. അതായത് എന്താണ്, ഒരു നാച്ചുറൽ നമ്പറും ഒരു ഹോൾ നമ്പറും ഏതൊരു ഇൻഡിജറും എല്ലാതും കൂടി ഒരുമിച്ച് ഉൾപ്പെടുന്നതിനെയാണ് റേഷണൽ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഒരു റേഷണൽ നമ്പർ ആണ്. എങ്ങനെ എഴുതാം നമുക്ക് രണ്ടിനെ? രണ്ടിന് നമുക്ക് 2/1 എന്ന് എഴുതാം അല്ലേ? 2/1 എന്ന് എഴുതിയാൽ അത് 2 തന്നെയല്ലേ അല്ലേ? അപ്പൊ അങ്ങനത്തെ കേസിൽ വരുമ്പോ ഇത് പിയും ഇത് ക്യൂവുമായില്ലേ? പിയുമായി ക്യൂവുമായി. അപ്പൊ പി ബൈ ക്യൂ ഫോമിൽ എനിക്ക് 2 എഴുതിക്കൂടെ? അപ്പൊ രണ്ടൊരു റേഷണൽ നമ്പർ ആണ്. അപ്പൊ ഏതൊരു നാച്ചുറൽ നമ്പറും ഏതൊരു ഹോൾ നമ്പറും ഏതൊരു ഇൻഡിജറും ഒരു റേഷണൽ നമ്പർ ആണ്. എപ്പോ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അതായത് ക്യൂ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകാൻ പാടില്ല. ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2/0 എഴുതിയാൽ അതൊരു റേഷണൽ നമ്പർ അല്ല. മനസ്സിലായോ? ഇതൊരു റേഷണൽ നമ്പർ അല്ല. കാരണം ഡിനോമിനേറ്റർ അതിന്റെ താഴെ എഴുതുന്ന ആ ഒരു സംഖ്യ ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം അതൊരു റേഷണൽ നമ്പർ ആകില്ല. അല്ലാത്ത പക്ഷം ഏതൊരു നാച്ചുറൽ നമ്പറും ഏതൊരു ഹോൾ നമ്പറും അങ്ങനെ ഏതൊരു നമ്പറിനെ നമ്മൾ എടുത്താലും അതൊക്കെയും റേഷണൽ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെന്താണ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്? പിയും ക്യൂവും ഇൻഡിജർ ആയിരിക്കണം. അതായത് ഈ പി എന്ന് എഴുതുന്ന ന്യൂമറേറ്ററും ക്യൂ എന്ന് എഴുതുന്ന താഴെ എഴുതുന്ന ഈ നമ്പറും ഇൻഡിജർ ആയിരിക്കണം. അതായത് ഞാനിപ്പോ 1.5/1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു റേഷണൽ നമ്പർ അല്ല. കാരണം എന്താ? 1.5 എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിജർ അല്ല അല്ലെ? ഇൻഡിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംഖ്യകളാണ്. അവിടെ ഡെസിമൽസ് ഒന്നും വരാൻ പാടില്ല. അതായത് 2.5, 3.5, 1.5, 1.25, 2.25 എന്ന് പറയുന്നത് ഒന്നും ഇൻഡിജറുകളല്ല. ഇൻഡിജറിനെ മാത്രമേ നമുക്ക് പി എന്നും ക്യൂ എന്നും എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പി ബൈ ക്യൂ ഫോർമാറ്റിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻഡിജറുകളായിരിക്കണം.
ക്യൂ 0 ആകാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ നമ്പറുകളും എന്താണ്? റേഷണൽ നമ്പർ ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും റേഷണൽ നമ്പറിന്റെ കാര്യം? അപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ തന്നിട്ട് 2 റേഷണൽ നമ്പർ ആണോ അല്ലെങ്കിൽ 10 റേഷണൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് യെസ്. അതുപോലെ തന്നെ 0യും ഒരു റേഷണൽ നമ്പർ ആണ്. 0യും ഒരു റേഷണൽ നമ്പർ ആണ്. നോക്കൂ, 0 എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? 0/1 അല്ലെങ്കിൽ 0/2, 0/3. ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ 0 തന്നെയാണ്. മനസ്സിലായോ? 0 എന്നുള്ളതും ഒരു റേഷണൽ നമ്പർ ആണ്. 0 എവിടെ വരാം? ന്യൂമറേറ്ററിൽ വരാം. ഡിനോമിനേറ്ററിലാണ് വരാൻ പാടില്ലാത്തത്. ക്ലിയർ ആണോ? ന്യൂമറേറ്ററിൽ 0ക്ക് വരാം, അതൊരു റേഷണൽ നമ്പർ ആണ്. സ്റ്റിൽ ദാറ്റ് ഈസ് എ റേഷണൽ നമ്പർ. ബട്ട് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇറേഷണൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറേഷണൽ, എന്തുകൊണ്ടാണ് ഇത് ഇറേഷണൽ ആകുന്നത്? ഇറേഷണൽ നമ്പറിന് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പൈ, അതായത് 3.14 എന്ന് പറയുന്ന ഈ പൈ എന്ന് പറയുന്ന ഈ സംഖ്യ 2 നമ്പറുകളുടെ നമ്പർ ആയിട്ട്, മീൻസ് ഡിവിഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ ഒരിക്കലും പറ്റില്ല, അല്ലേ? 3.14 എന്നുള്ളത് നമുക്ക് 3.14 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ പറ്റുമോ? അതൊരു റേഷണൽ നമ്പർ ആവുമോ? ഇല്ല. കാരണം എന്താ? ഇതൊരു ഇൻറ്റിജർ അല്ല. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യയാണ്. പോയിന്റ് വന്നാൽ അതൊരു ഒരിക്കലും ഒരു ഇൻറ്റിജർ അല്ല. അതുകൊണ്ട് തന്നെ അതൊരു റേഷണൽ നമ്പർ ആകില്ല. അങ്ങനെയുള്ള സംഖ്യകളെ നമ്മൾ ഇറേഷണൽ നമ്പർ എന്ന് വിളിക്കുന്നു. ഇറേഷണൽ നമ്പർ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ നമ്പേഴ്സിന്റെ കേസസിൽ പഠിച്ചത്. നാച്ചുറല്, ഹോൾ നമ്പർ, പിന്നെന്തായിരുന്നു? ഇൻറ്റിജർ, അതായത് പൂർണ്ണസംഖ്യകള്, പിന്നെ ഭിന്നകങ്ങള്, അഭിന്നകങ്ങൾ. ഇത്രയുമാണ് പഠിച്ചിരുന്നത്. ഞാൻ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. ഇനി ഇതെല്ലാം കൂടെ അടങ്ങുന്ന ദാറ്റ് ബിഗ് സർക്കിൾ, എല്ലാതും കൂടി ഉള്ള വലിയ സർക്കിളാണ് റിയൽ നമ്പർ. അതായത് ഞാൻ ഇങ്ങനെ വലിയൊരു സർക്കിൾ വരച്ചാൽ ഇതാണ് റിയൽ നമ്പറിന്റെ സർക്കിള്. റിയൽ നമ്പർ ഇതിന്റെ ഉള്ളിലുള്ളതാണ്. അതായത് ഈ ഇറേഷണൽ നമ്പറും റേഷണൽ നമ്പറും, അതിനകത്ത് റേഷണൽ നമ്പറും, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഇൻറ്റിജറും, അതിൻ്റെ അകത്ത് വരുന്ന ഹോൾ നമ്പറും, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന നാച്ചുറൽ നമ്പർ, ഇതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് റിയൽ നമ്പർ. അപ്പോൾ 3.15 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, അതൊരു റിയൽ നമ്പർ ആണ്. റിയൽ എന്ന് പറയുന്ന നമ്പറിൽ ഭിന്നകങ്ങൾ വരാം, അഭിന്നകങ്ങൾ വരാം, പോയിന്റ് വരാം, ഫ്രാക്ഷൻ വരാം, ഏതൊരു സംഖ്യയും റിയൽ ആണ്. ഫസ്റ്റ് കളക്ഷൻ നാച്ചുറൽ, അതിന്റെ കൂടെ നമ്മൾ 0 കൂട്ടിയപ്പോൾ അത് ഹോളായി, അതിന്റെ കൂടെ നെഗറ്റീവ് കൂടി കൂട്ടിയപ്പോൾ അത് ഇൻറ്റിജർ ആയി, അതിന്റെ കൂടെ ഫ്രാക്ഷനും കൂടി കൂട്ടിയപ്പോൾ അത് റേഷണൽ ആയി. ഇനി അത് ഫ്രാക്ഷൻ അല്ലാത്തത് വന്നപ്പോൾ അത് ഇറേഷണൽ ആയി. ദെൻ എല്ലാതും കൂടി വന്നത് റിയൽ നമ്പർ. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് അറിയുന്ന കുറച്ച് നമ്പറുകൾ ഉണ്ടല്ലേ. ഓഡ് നമ്പർ. എന്താണ് ഓഡ് നമ്പർ? ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നവനീത്, ഞാൻ പേര് കണ്ടു. ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? അല്ല, റൈറ്റ്. ഓക്കെ, സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ കിട്ടിയില്ലേ? ഇനി ഞാൻ എന്താണ് ചോദിച്ചത്? ഓഡ് നമ്പർ എന്താ? ഓഡ് നമ്പർ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? അതുകൊണ്ട് ഞാൻ അതിനധികം അങ്ങോട്ട് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒറ്റ സംഖ്യകൾ. നമുക്ക് പെയർ ആക്കാൻ പറ്റാത്തത് 2, 2, 2, 2 എന്നുള്ള ഒരു പെയർ ആക്കി മാറ്റാൻ പറ്റാത്ത സംഖ്യകളാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? യെസ്, 1, 3, 5, 7, 9 ഇതൊക്കെ ഓഡ് നമ്പറുകളാണ്. കറക്റ്റാണ്. ഓക്കെ, ജ്വൽ ആണോ അതിന് ആൻസർ ചെയ്തിട്ടുള്ളത്? ജൂലി, ജിജോ എന്ന് പറയുന്നത് ജ്വൽ ആണോ? അപ്പോൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒറ്റ സംഖ്യകൾ 1, 3. 0 ഒരു ഇൻറ്റിജർ ആണ്. ഈ രശ്മി ഗിരീഷ് എന്ന് പറയുന്ന ആളുടെ നെറ്റ് കുറച്ച് സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ നേരത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യങ്ങൾക്ക് ആൻസർ ഇപ്പോഴാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, യെസ്. ഓഡ് നമ്പർ എന്ന് പറയുന്നത് 1, 3, 5 എന്നുള്ളതാണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സോ, അപ്പോൾ അടുത്ത തരത്തിലുള്ള നമ്പേഴ്സുകൾ നമ്മൾ പഠിക്കുന്നത് ഓഡ് നമ്പർ ആണ് കേട്ടോ. ഓഡ് നമ്പർ ആണ് പിന്നെ പഠിക്കാനുള്ള നമ്പറുകൾ. ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7, 9, 11. അതായത് പെയർ ആക്കാൻ പറ്റാത്തത്. നമുക്ക് 2, 2 എന്നുള്ള ഒരു ഭാഗമാക്കാൻ പറ്റില്ല. അപ്പോൾ 3 എടുത്തു കഴിഞ്ഞാൽ 3 ഞാൻ 1 കൂടി 2 ആക്കി, അതേ ബാക്കി ഒരെണ്ണം വന്നു. എപ്പോഴും ഈ ബാക്കി ഒരെണ്ണം വരുന്നതാണ് ഓഡ്. ഒറ്റ സംഖ്യ ഒറ്റയ്ക്ക് ബാക്കി ഒരെണ്ണം വരും. 4നെയോ 2 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബാക്കി, അല്ലേ? ബാക്കി 0 വന്നാൽ അതാണ് എന്ത്?
ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. ഇത് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ ദാ 5 നോക്കി നിങ്ങൾ. 5 എന്ന് പറയുന്ന സംഖ്യേനെ 2 + 2 എന്ന് എഴുതിയാൽ പിന്നെ വീണ്ടും ദാ ബാക്കി ഒറ്റയ്ക്ക് ഒരാൾ വന്നു. ആ ഒറ്റ വന്നു കഴിഞ്ഞാൽ അതൊരു ഒറ്റ സംഖ്യയാണ്. 7 നോക്കൂ, നമുക്ക് 2 + 2 + 2 + വീണ്ടും ഒരെണ്ണം വന്നു. അപ്പോൾ അതൊക്കെ ഒറ്റ സംഖ്യകളാണ്. ഒരെണ്ണം ബാക്കിയായിട്ട് വരുന്ന സംഖ്യകളൊക്കെ ഒറ്റ സംഖ്യകളാണ്. ഒന്നും ബാക്കി വരാത്ത 2 2 2 2 എന്നുള്ള പെയറാക്കി ആഡ് ചെയ്യുമ്പോൾ ഒന്നും ബാക്കി വരാത്തതാണ് ഈവൺ നമ്പറുകൾ. അപ്പോൾ ഞാനിനി ഒറ്റ സംഖ്യേനെയും ഇരട്ട സംഖ്യേനെയും പിടിച്ച് അധികം നേരം ഇരിക്കുന്നില്ല. അടുത്തതാണ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പറിന്റെ മലയാളം പ്രൈം നമ്പർ തന്നെയാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് വേറെ മലയാളം പേര് വല്ലതും അറിയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ. പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ ഒരു എക്സാമ്പിൾ ആർക്ക് പറയാൻ പറ്റും? പ്രൈം നമ്പർ ശ്രീനന്ദ. യെസ്, ഞാൻ പറഞ്ഞല്ലോ ആൻസേഴ്സ് ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ആൻസർ പറയണോണ്ടാണ് ഞാൻ ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാത്തത്. ഓക്കെ, നമുക്ക് ഇന്ന് കുറച്ച് ഞാൻ ആദ്യം കുറച്ച് പേരുള്ളൂ. ഇന്ന് അപ്പോൾ 80 പേരായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ പേര് പറയാത്തത്. എല്ലാവരും കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഒരാളുടെ പേര് മാത്രമായിട്ട് പറയുന്നത്. ശ്രീനന്ദ ഞാൻ കാണുന്നുണ്ട്, പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എനിക്കറിയാലോ ശ്രീനന്ദയൊക്കെ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ആൻസർ പറയുന്ന ആളല്ലേ. ഓക്കെ, യെസ്. പ്രൈം നമ്പറുകൾ എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം നിങ്ങളിതാ കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. 2 3 5 7 9 ഒരു പ്രൈം നമ്പർ ആണോ എന്നുള്ളതിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. ഓക്കെ, നിങ്ങൾ ഒറ്റ സംഖ്യകളൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്, അത് കറക്റ്റാണ്. 9 ഒരു പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ പറയാം? ആ ഒരു സംഖ്യേനെ ആ സംഖ്യേനെ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു സംഖ്യ കിട്ടരുത്, അത്രയാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു സംഖ്യക്ക് ഒന്നിനും ആ സംഖ്യയ്ക്കും മാത്രമേ ഗുണിതങ്ങൾ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ഒരു സംഖ്യേനെ കിട്ടണം, 2 എന്നുള്ള ഒരു സംഖ്യേനെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 2 × 1 എന്ന് മാത്രം ചെയ്താലാണ് 2 കിട്ടുള്ളൂ അല്ലേ. ഗുണിക്കുമ്പോഴത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആഡ് ചെയ്യണമെന്ന് സബ്സ്ട്രാക്ട് ചെയ്യണതൊന്നും നിങ്ങൾ ആലോചിക്കരുത്. ഞാൻ ഏതെങ്കിലും 2 സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ എനിക്ക് ഒരു നമ്പർ കിട്ടും അല്ലേ. അപ്പം ഞാൻ എക്സാമ്പിൾ പറയാണ് 6. 6 എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് 2 × 1 എന്ന് ചെയ്താലും എനിക്ക് 6 കിട്ടും. 2 × 3 എന്ന് ചെയ്താലും എനിക്ക് 6 കിട്ടും അല്ലേ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണകൾ നമുക്കിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സെയിം നമ്പർ കിട്ടാൻ പാടില്ല. അതായത് ഒരു സംഖ്യക്ക് ഒന്നിനും ആ ഒരു സംഖ്യക്ക് മാത്രമേ ഗുണിതങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഒന്നും കൂടി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇഫ് യു ആർ മൾട്ടിപ്ലൈങ് 2 numbers അല്ലെങ്കിൽ that number has to be divisible only by 1. അങ്ങനെ പറയാം. അഭാജ്യ സംഖ്യ എന്നാണോ അതിന്റെ പേര് വരുന്നത്, പ്രൈം നമ്പർ. ആ നമ്പറിനെ ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റാൻ പാടുള്ളൂ കറക്റ്റായിട്ട്. അങ്ങനെ നമുക്ക് പറയാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പത്തിലുള്ള വഴി. ആ ഒരു നമ്പറിനെ ഒന്നുകൊണ്ട് മാത്രമേ എന്ത് ചെയ്താൽ പറ്റാൻ പാടുള്ളൂ? ഡിവൈഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാനായിട്ട് പാടുള്ളൂ. അതാണ് പ്രൈം നമ്പർ. പേടിക്കേണ്ട, നിങ്ങൾ നോട്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ തരാം കേട്ടോ. അപ്പം ഞാൻ ഉദാഹരണം പറയുന്നത് എന്താണ്? 2 എന്ന് പറയുന്ന ഒരു സംഖ്യേനെ എനിക്ക് ആ നമ്പർ അല്ലാതെ ഒന്നുകൊണ്ട് മാത്രം ചെയ്താലാണല്ലേ 2 കിട്ടുള്ളൂ അല്ലേ. 2 എന്നുള്ളതിന് ഞാൻ വേറെ ഏത് സംഖ്യയോ ഡിവൈഡ് ചെയ്താലും 2 കിട്ടില്ല. 2/2 ചെയ്താലും അത് 2 അല്ല. 2/3 ചെയ്താലും അത് 2 അല്ല. 2 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ 1 എന്നുള്ളത് ഇട്ടാൽ മാത്രമേ എനിക്ക് 2 കിട്ടുള്ളൂ. പക്ഷെ 6 നോക്കി നിങ്ങൾ. 6 എനിക്ക് 6/1 എഴുതാം, അല്ലെങ്കിൽ വേറെ എനിക്ക് എങ്ങനെ എഴുതാം? 12/2 അങ്ങനെയൊക്കെ എഴുതിക്കൂടെ? അപ്പൊ അതാണ് നമ്മുടെ പ്രൈം നമ്പറിന്റെ ഏറ്റവും വലിയൊരു കാര്യം വരുന്നത്. നമുക്ക്
ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ പാടുള്ളൂ? ആ ഒരൊറ്റ സംഖ്യനെ ഒരു തവണ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? പ്രൈം നമ്പർ എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ എന്നാണ് അതിന്റെ പേര് ഇതാ ഒരാൾ പറഞ്ഞേക്കണത്. അപ്പോൾ പ്രൈം നമ്പർ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണോ? അപ്പൊ അത് എന്തായിരിക്കണം? ഒന്ന് ഒരു പ്രൈം നമ്പർ അല്ല, ഒന്നിനെ പ്രൈം നമ്പറിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല. നാച്ചുറൽ നമ്പറുകളിൽ ഒന്നിനേക്കാൾ മുകളിലായിട്ടുള്ള പക്ഷെ അതിന് ഒന്നിലധികം ഫാക്ടേഴ്സ് ഇല്ലാത്ത, അതായത് ഗുണകങ്ങൾ ഇല്ലാത്ത സംഖ്യകളാണ് പ്രൈം നമ്പർ. ആ ഒരു സംഖ്യനെയും ഇൻറ്റു 1 ചെയ്താൽ മാത്രമേ ആ സംഖ്യ കിട്ടാനായിട്ട് പാടുള്ളൂ. വേറെ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സംഖ്യ കിട്ടാൻ പാടില്ല. മനസ്സിലായോ? അതായത് ആ ഒരു നമ്പർ, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന നമ്പർ 3 ആണെങ്കിൽ 3 × 1 എന്ന് ചെയ്താൽ മാത്രമേ ആ നമ്പർ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പർ, ആ നമ്പർ ഇൻറ്റു 1 എന്ന് ചെയ്താൽ മാത്രമേ ആ നമ്പർ കിട്ടാൻ പാടുള്ളൂ. വേറെ ഏത് രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും ഈ നമ്പർ കിട്ടാൻ പാടില്ല. അങ്ങനത്തെ നമ്പറുകളാണ് പ്രൈം നമ്പേഴ്സ്. ഒന്നിനു മുകളിലായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ എക്സ്പ്ലനേഷൻ അതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ നമ്പറിനെ ഇൻറ്റു 1 എന്ന് ചെയ്യുമ്പോൾ മാത്രമേ ആ നമ്പർ കിട്ടാൻ പാടുള്ളൂ. വേറെ ഏത് രണ്ട് നമ്പർ തമ്മിൽ ഗുണിച്ചാലും ഈ നമ്പർ കിട്ടാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ, 2 എന്ന് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ 2 × 1 തന്നെ ചെയ്യണം. വേറെ ഏത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് 2 കിട്ടില്ല, അല്ലേ? ഇൻഡിജേഴ്സിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് തന്നെ ആയിരിക്കണം. വേറെ നമ്മുടെ ഫ്രാക്ഷനൊന്നും ചിന്തിക്കരുത് നിങ്ങൾ. നാച്ചുറൽ നമ്പറുകൾ 2 എണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഈ നമ്പർ കിട്ടണം. 3 × 1 എന്ന് ചെയ്താൽ മാത്രമാണല്ലേ നമുക്ക് ഈ 3 എന്നുള്ളത് കിട്ടുള്ളൂ. 1.5 വരും. 1.5നെ പറ്റും നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇപ്പോൾ ഒരൊറ്റ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ, ഒരൊറ്റ ഫാക്ടർ. മനസ്സിലായോ? അതായത് അതിനെ ഒരു ഗുണികങ്ങളായിട്ട് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 3 × 1 മാത്രമേ നമുക്ക് അതിനെ 2 നാച്ചുറൽ നമ്പറിന്റെ ഗുണകങ്ങളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, 4 എന്നുള്ളതിനെ എനിക്ക് 4 × 1 എഴുതാം, 2 × 2 എഴുതാം, അല്ലെ? 2ഉം 4 അല്ലേ? 2 × 2 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 4 അല്ലേ? അപ്പൊ ആ 4 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. കാരണം ഇതിനെ ഇങ്ങനെയും ഗുണകങ്ങളായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഇതിനെ ഫാക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഗുണകങ്ങൾ, അതായത് ആ നമ്പറും 1ഉം തമ്മിൽ ഗുണിക്കുന്നതല്ലാതെ വേറെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ ഗുണകങ്ങൾ ഒരു നമ്പറിനുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. അപ്പൊ നിങ്ങൾ 9 ഒരാൾ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട്, 9 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ 9 × 1 എഴുതാം, 3 × 3 എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? 3 × 3 എന്ന് പറയുന്നത് 9 അല്ലേ? അതുകൊണ്ട് 9 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം അതിനെ 9 × 1 എന്നുള്ളതല്ലാതെ വേറൊരു ഗുണകവും ഉണ്ട്. അതുകൊണ്ട് 3 × 3ഉം 9 ആണ്. അതുകൊണ്ട് അതൊരു പ്രൈം നമ്പർ അല്ല. ക്ലിയർ ആയോ? 6 × 1 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം, അല്ലെ? 2 × 3 6 അല്ലേ? അതുകൊണ്ട് അതും ഒരു പ്രൈം നമ്പർ അല്ല. പിന്നെ വരുന്നത് എന്താ? 11നെ കിട്ടണമെങ്കിൽ 11 × 1 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏത് രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും 11 എന്നുള്ളത് കിട്ടില്ല. ഉറപ്പാണല്ലോ, അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മുടെ നമ്പേഴ്സിന്റെ കാറ്റഗറി. ഇതോടുകൂടി കഴിഞ്ഞു. നമ്മളപ്പോൾ ഓൾറെഡി പഠിച്ച നമ്പേഴ്സിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തു. 10 പ്രൈം നമ്പർ അല്ല. ആരോ 10 എന്ന് ഇട്ടിട്ടുണ്ട്. 10 പ്രൈം നമ്പർ ആണോ? അല്ല. എങ്ങനെയാ മനസ്സിലാവുന്നത്? 10 എന്ന് പറഞ്ഞാൽ 5 × 2 എന്നും കൂടി എഴുതിക്കൂടെ? 10 × 1 എന്നും എഴുതാം, 5 × 2 എന്നും എഴുതാം. അപ്പോൾ അതൊരു എന്തല്ല, പ്രൈം നമ്പർ അല്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രൈം നമ്പറിനെ കണ്ടുപിടിക്കേണ്ടത്. അതിന് ആ ഒരു നമ്പറെ ഗുണം 1 എന്നുള്ളതല്ലാതെ വേറെ ഒരു ഫാക്ടേഴ്സും അല്ലെങ്കിൽ വേറെ ഒരു ഗുണകങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതിന് എന്തുണ്ടാവാൻ പാടില്ല? വേറെ ഒരു ഗുണകങ്ങൾ അല്ലെങ്കിൽ വേറെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ഒന്നും അതിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 1 എന്നുള്ളതിനെ നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് കണക്കാക്കില്ല. 1ന് മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ് പ്രൈം നമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. 2, 3,
5, 7, 8 പറ്റില്ല. 8 എന്ന് പറയാൻ 4 × 2 8 അപ്പൊ 8 പറ്റില്ല. 9 പറ്റില്ല. 3 × 3 എന്ന് പറയുന്നത് 9 അപ്പൊ വേറെ ഫാക്ടറായി. യെസ്, ഓക്കെ. 10 പറ്റില്ല. 5 × 2 എന്ന് പറയുന്നത് 10 അപ്പൊ വേറെ ഫാക്ടറായി. യെസ്, 13 കറക്റ്റ് ആണ്. 11 കറക്റ്റ് ആണ്. 12 പറ്റുമോ? ഇല്ല. 6 × 2 എന്ന് പറയുന്നത് 12 അല്ലേ, അപ്പൊ വേറൊരു ഫാക്ടർ ആയില്ലേ അതിന്. 12 പറ്റില്ല. 13 പറ്റും. 14 പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 7 × 2 14 മനസ്സിലായല്ലോ. അപ്പോൾ ഒറ്റ ഗുണകം അല്ലെങ്കിൽ ഒറ്റ ഫാക്ടർ, ആ ഒരു നമ്പറും ഒന്നും കൂടി ഗുണിക്കുമ്പോഴല്ലാതെ ആ ഒരു പ്രൈം നമ്പറിനെ കിട്ടാൻ പാടില്ല. അതാണ് എന്ത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ പ്രൈം നമ്പർ എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പ്രൈം നമ്പർ മനസ്സിലായോ? യെസ്. 11, 13, 15 പറ്റില്ല. കാരണം 5 × 3 15 അല്ലേ, വേറൊരു ഗുണകം വന്നില്ലേ. 16 പറ്റില്ല. 17 പറ്റും. 17നെ നമുക്ക് വേറെ ഒന്നും ചെയ്താൽ കിട്ടില്ല. കറക്റ്റ് ആണ്. ഓക്കെ. 18 പറ്റില്ല. 19, യെസ്, ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. 20 പറ്റില്ല. 21 പറ്റില്ല. 7 × 3 21 അല്ലേ. 22 പറ്റില്ല. 11 × 2 22 ആണ്. 23, യെസ്, ഇറ്റ്സ് എ പ്രൈം നമ്പർ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. പറഞ്ഞു ഇതാ സമയമായി. ഓക്കെ. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് തീർന്നു. അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ വിചാരിക്കണം അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഫുൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് അടുത്ത ക്ലാസ് മുതലേ. ഓക്കെ. എനിക്ക് നല്ല കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് ഞാനിങ്ങനെ എപ്പോഴും മൂക്കുമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കോൾഡ് ഉണ്ട്. ഓക്കെ. സോ അടുത്ത ക്ലാസ് മുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വരിക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ച് പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. നമ്മൾ കുറേ റേഷൻ നമ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരും ആരെങ്കിലും ഒക്കെ ഇനി യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യുക, വീഡിയോ കാണുക ആൻഡ് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കരുത്. സോ അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ കുറെ ഹാർട്സും തംസും ഒക്കെ വന്നോട്ടെ. ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ. സോ എല്ലാവരും കുറെ തംസും ഹാർട്സും കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ് ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.